കരാട്ടയിൽ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ജില്ലാ മത്സരത്തിൽ 3 മെഡലുകൾ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ രാജ്യത്തിനും ഓരോ ആയോധന കലകളുണ്ടാവും. ജപ്പാന്റെ മാർഷൽ ആർട്സ് ആണ് കരാട്ടെ. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ പഠിക്കുന്ന ആയോധന കലയായി കരാട്ടെ മാറിക്കഴിഞ്ഞു. അതുപോലെ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള സപ്പോർട്ട് ഒളിമ്പിക്സ് ഗെയിംസിലാണെങ്കിലും അതുപോലെ ഒളിമ്പിക് അസോസിയേഷന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാം ഭാഗമായിട്ട് അവർ ഒത്തിരി പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഇന്ന് ജയിക്കുന്ന കുട്ടികൾക്ക് ജില്ലാ ടൂർണമെന്റ് അതുപോലെ സംസ്ഥാന ടൂർണമെന്റെല്ലാം ജയിച്ചു വരുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്കും സ്പോർട്സ് കോഴ്സിൽ അഡ്മിഷനും കാര്യങ്ങളെല്ലാം ജോലി സാധ്യതകളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സപ്പോർട്ട് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് വളരെ നാളുകളായിട്ട് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഒരു സ്റ്റൈല് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ് കുട്ടികൾ. കൃഷ്ണകുണ്ട് ഓളം ചെക്ക് ചെയ്യിപ്പിച്ചാണ് ഒറിജിനലാണോ എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്തതാണ്. കരാട്ടയെ കുറിച്ച് 2 വാക്ക്. കരാട്ടെ എന്നാൽ നമ്മൾ ഡിക്ഷണറി നോക്കിയാൽ അറിയാൻ പറ്റും വെറും കൈ എന്നാണ്. അതായത് കൈ ആയുധങ്ങളില്ലാതെ ശരീരത്തെ ആയുധമാക്കിക്കൊണ്ട് പ്രതിരോധിക്കുന്ന ഇത് അറ്റാക്ക് അല്ല, ഒരിക്കലും ഡിഫൻസ് ആണ്. നമ്മുടെ സ്വയരക്ഷയ്ക്കും ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, മാധ്യമങ്ങൾ വഴിയെല്ലാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മൾ അറിയണതാണ്, പല തെറ്റുകുറ്റങ്ങൾ നടക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും പോകാതെ നല്ല രീതിയിലേക്ക് കുട്ടികളെ വഴി നടത്താൻ ഈ കരാട്ടെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ എല്ലാം ജീവിത അനുഭവം കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ കുട്ടികളെ മനോധൈര്യം കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കുന്ന ഒരു കലാരൂപം കൂടെയാണ് കരാട്ടെ.